أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله فلتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനായ ഉമ്മ മഅബദ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും അവർ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കാണാൻ വേണ്ടി സമീപത്തുള്ള അവരുടെ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു. ഇടതൂർന്ന് നിൽക്കുന്ന ഈന്തപ്പന തോട്ടത്തിൻ്റെ നടുക്ക് ഉമ്മു മഅബദ് റളിയല്ലാഹു തആല അൻഹയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മൻ ഗറസ ഹദൻ നഖൽ, ഈ കാണുന്ന ഈന്തപ്പഴ മരങ്ങളൊക്കെ ആരാ നട്ടുവെച്ചത് എന്ന്. ഈന്തപ്പന സർവ്വസാധാരണമായ നാട്ടിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട കൃഷി ഉൽപ്പന്നമാണ്. എന്നിരിക്കുമ്പോഴും ആ തോട്ടത്തിൽ കണ്ട ഈന്തപ്പനകൾ തികച്ചും സവിശേഷമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നുന്ന വിധം സമൃദ്ധമായ കായ്ഫലം നൽകുന്നുണ്ടായിരുന്നു. അത്രയും നിറഞ്ഞു കാഴ്ചയിരിക്കുന്ന ഈന്തപ്പനകൾ, അത്രയും ഫലം നൽകുന്ന ഈന്തപ്പനകൾ നട്ടത് ആരാണെന്നറിയാനുള്ള ജിജ്ഞാസയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ഇതൊക്കെ നട്ടത് ആരാണ് എന്ന്. നട്ടതിൻ്റെ ആര് എന്ന ചോദ്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ്: മുസ്ലിമുൻ അം കാഫിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തോട് ചേർത്ത് വെച്ചു. ഇതൊരു മുസ്ലിമാണോ നട്ടുവെച്ചത്, അതേ അമുസ്ലിമായൊരു മനുഷ്യനാണോ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു മറുപടി, അതിന് നബി മുസ്ലിമാണ് നട്ടത് എന്ന്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമാണിത് നട്ടുവെച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൃക്ഷം ഈ ഭൂമിയിൽ നട്ടുവെക്കുന്ന ഒരു മുസ്ലിം നട്ടുവെക്കുകയും അതിൻ്റെ പഴം ഒരു മനുഷ്യനോ ഒരു ജീവിയോ ഒരു പ്രാണിയോ എന്തെങ്കിലും ഒന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം അവന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇലാ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും ഈ വൃക്ഷം നിലനിൽക്കുന്ന പക്ഷം ഇതിൻ്റെ കായ്കനികൾ ഇത് പൂവിട്ട് കായിട്ട് പഴമായി പാകപ്പെട്ട് അത് മനുഷ്യരോ ജീവിവർഗങ്ങളോ പ്രാണികളോ മറ്റെന്തെങ്കിലും കഴിക്കുന്ന കാലത്തോളം, അത് ഖിയാമത്ത് നാൾ വരെയാണെങ്കിൽ അന്ന് വരെയും ആ മനുഷ്യൻ ഇതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ റസൂലുള്ളാഹി നമ്മുടെ മുമ്പിൽ വെക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്, എന്നിരുന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിമും കാഫിർ എന്ന വിഷയത്തിൽ കാഫിര്യങ്ങൾ അഥവാ അമുസ്ലിമുകൾ ചെയ്യുന്ന സുഹൃതങ്ങൾക്ക് അംഗീകാരമില്ലയോ, അല്ലെങ്കിൽ അതിന് പ്രതിഫലമില്ലയോ, അല്ലെങ്കിൽ അതിൽ നന്മയല്ല അല്ലാതായി തീരുമോ എന്നൊരു ചോദ്യം ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അത് നേരത്തെ കൂടി തന്നെ അല്ലാഹുവിൻ്റെ റസൂലും വിശുദ്ധ ഖുർആനും ഒക്കെ ചർച്ച ചെയ്തു പോയ മേഖലയാണ്. അമുസ്ലിമിങ്ങൾ, അത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, പടച്ചവനിലും പരലോകത്തിലും വിശ്വസിക്കാത്ത മനുഷ്യർ ചെയ്യുന്ന സുഹൃതങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ അവർ ജീവിതത്തിൽ തന്നെ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. അല്ലാതെ നാളെ പരലോകത്ത് ഈമാനില്ലാത്തവൻ്റെ അമലുകൾ ആസിഫെന്ന് കൊടുങ്കാറ്റടിച്ച് വീശിയ ദിവസത്തിൽ പറന്നുപോയ ധൂളികൾ പോലെ നാളെ പരലോകത്ത് ഇവർ അമലുകൾ നിൽക്കില്ല. അതിൻ്റെ കാരണം അവർക്ക് പടച്ചവനിൽ വിശ്വാസമില്ല, പരലോകത്തും വിശ്വാസമില്ല. പടച്ചവൻ്റെ മുമ്പിൽ ഇതിന് പ്രതിഫലം ഉണ്ടാകണമെങ്കിൽ പടച്ചവനിൽ വിശ്വാസം വേണം. പരലോകത്തിന് എന്ത് കൂലി കിട്ടണമെങ്കിൽ പരലോകത്തിൽ വിശ്വാസം വേണം. ഈ രണ്ട് വിശ്വാസവും ഇല്ലാത്ത മനുഷ്യൻ ഈ ഭൂമിയിൽ സുഹൃതങ്ങൾ ചെയ്യുന്നു, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി അവൻ സംഭാവനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നന്മ തന്നെയാണ്. ആ സുഹൃത്തത്തെ അല്ലാഹു സ്വീകരിക്കും. പക്ഷേ അതിനുള്ള പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നത് ഈ ദുനിയാവിലായിരിക്കും. ഈ ദുനിയാവിൽ തന്നെ ജീവിതത്തിൻ്റെ ഐശ്വര്യങ്ങളായി പ്രയാസങ്ങൾ തടയപ്പെടുന്നതിലൂടെ പലതരത്തിൽ അവർക്ക് അല്ലാഹു അതിൻ്റെതായ പ്രതിഫലം നൽകും. എന്നാൽ പടച്ചവനിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിഫലം അള്ളാഹുവിൻ്റെ മുമ്പിലുണ്ടാകും, നാളെ പരലോകത്തും ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത്,
നമ്മളൊക്കെ പൊതുവിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോൾ ഓരോ മനുഷ്യനും ഈ ലോകത്തോട് വിട പറയുമ്പോൾ അതുവരെ ആ ജീവിത കാലഘട്ടത്തിൽ എന്തൊക്കെ നന്മകളാണോ ചെയ്തു വെച്ചത്, എന്തൊക്കെ തിന്മകളാണോ ചെയ്തു വെച്ചത്, അതെല്ലാം കൊണ്ട് ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് പുറപ്പെടും. അവനോടൊപ്പം മറ്റൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യം ഇതാണ്: ഒരു മനുഷ്യന് മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണം വരെ അവൻ്റെ സമ്പാദ്യമുണ്ടാകും, ഖബർ വരെ അവൻ്റെ സന്താനങ്ങളും പ്രിയപ്പെട്ടവരും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഒപ്പമുണ്ടാവുക അവൻ്റെ കർമ്മങ്ങൾ മാത്രമായിരിക്കും. അന്നോളം ചെയ്ത കർമ്മങ്ങളും കൊണ്ട് ഓരോ മനുഷ്യനും ബർസഖിൻ ലോകത്തേക്ക് പുറപ്പെടും. ഇത് വസ്തുതയാണ്. പിന്നെ കർമ്മമില്ല. പിന്നെ നമുക്ക് ജീവിതം, മരണം കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനങ്ങളില്ല, കർമ്മങ്ങൾ, ദുനിയാവുമായിട്ട് ഒരു ബന്ധവുമില്ല. ദുനിയാവുമായിട്ട് ഒരു ബന്ധവും ഈ ദുനിയാവിൽ ജീവിക്കാനോ പ്രവർത്തിക്കാനോ അവസരമില്ല. അതാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ദുനിയാവ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്, വൽ ആഖിറതു മുഖ്ബില, എന്നാൽ പരലോകമോ ഇങ്ങോട്ട് വന്നുകൊണ്ടും ഇരിക്കുകയാണ്. അതുകൊണ്ട് അൽയൗമ അമൽ വലാ ഹിസാബ്, ഇന്ന് കർമ്മങ്ങളുടെ ദിവസമാണ്, കണക്കെടുപ്പില്ല. ഇത് ദുനിയാവില്ല. ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ പ്രവർത്തിക്കാനുള്ള സമയമാണ്, ഇവിടെ വിചാരണയില്ല. എന്നാൽ നാളെയാണെങ്കിലോ ഓദൻ ഹിസാബൻ വല അമൽ, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ മരണത്തിനപ്പുറത്തേക്ക് വിചാരണയേ ഉള്ളൂ. അമലുകൾക്ക് പ്രസക്തിയില്ല, അവിടെ അമൽ ചെയ്യാൻ കഴിയില്ല എന്നുമാണ് പൊതുവിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് വസ്തുത. എന്നാൽ ചില കാര്യങ്ങൾ, ഈ ഒരൊറ്റ സംഭവവും അനുബന്ധമായി നിൽക്കുന്ന മറ്റു ചില ഹദീസുകളും പഠിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാലും ജീവിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയാണ്. മരണത്തിന് ശേഷവും ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല ആവർത്തി പറഞ്ഞു പോയ പോയിന്റാണ്. ഈ ഒരു സംഭവം മാത്രമല്ല, റസൂലുള്ളാഹി വ്യക്തമായി പറഞ്ഞ സന്ദർഭം നമുക്ക് കാണാൻ കഴിയും. ഇത് അമ്മാത്ത ഇൻസാനുൻ ഇൻഖതഅ മിൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദുനിയാവുമായിട്ടുള്ള സർവ്വ ബന്ധങ്ങളും വിച്ഛേദിച്ച് അവൻ പുറപ്പെടുകയായി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഖതഅ, മുറിക്കുക, ഇന്ത്യക്കാൽ പുറപ്പെടുക, ഇതൊക്കെയാണ് മരണത്തിന് കൊടുക്കുന്ന വിവക്ഷ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് ഒരു മനുഷ്യന്റെ നീക്കം, ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളഞ്ഞിട്ട് ഇതുവരെയുള്ള സജീവതയിൽ നിന്ന് നിർജീവതയിലേക്ക് ഒരു മനുഷ്യൻ മരണത്തിലേക്ക് മാറുന്നു. ഇവിടെ നിന്ന് മറ്റൊരു ലോകത്തേക്ക് മനുഷ്യന് പറിച്ചു നടുന്നു. ഇതാണ് മരണമെന്നുള്ളത്. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 3 കാര്യങ്ങളല്ലാതെ ബാക്കി ഒന്നും മനുഷ്യന് ഈ ദുനിയാവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല. 3 ബന്ധങ്ങൾ തുടരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് വലിയ സന്ദേശമാണ്, വലിയൊരു സന്ദേശമാണ് റസൂൽ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് മരണത്തിന് ശേഷവും പ്രവർത്തിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് സ്വദഖത്തുൻ ജാരിയ, ഒഴുകുന്ന സ്വതക്ക എന്നൊരു വാക്കർത്ഥം പറയാം. സജീവമായി നിലനിൽക്കുന്നത്, നിരന്തരമായി നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരമായി നിലനിൽക്കുന്ന ദാനം, നമ്മുടെ കാലശേഷവും നിലനിൽക്കുന്ന ദാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മരണത്തിന് ശേഷവും നമുക്കതിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇൽമുൻ യൻതഫഉ ബിഹി, പ്രയോജനപ്രദമായ വിജ്ഞാനം എന്നുള്ളത്. വൈജ്ഞാനിക മേഖലയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശേഷമുള്ള പിൻതലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ നിങ്ങൾ വൈജ്ഞാനിക മേഖലയിൽ നിങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ അത് സജീവമായിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മരണശേഷവും അത് ജീവിക്കും. നിങ്ങളുടെ ഖബറിലേക്ക് അതിന്റെ കൂലി വരും, പരലോകത്തേക്ക് അതിന്റെ കൂലി വന്നുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവന്റെ സന്താനം, സച്ചരിതനായ സ്വാലിഹായ സൽസ്വഭാവിയായ ഒരു സന്താനം, അവനെ അവശേഷിപ്പിച്ചാണ് ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് മണ്ണിനടിയിലേക്ക് പോകുന്നതെങ്കിൽ അവർക്ക് ശേഷവും ഇവിടെ അന്തിയും ഇവന്റെ കർമ്മങ്ങൾ, ഇവന്റെ പ്രാർത്ഥനകൾ ഈ മനുഷ്യന് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിയുള്ള മനുഷ്യർക്ക്, വിശ്വാസികളായ മനുഷ്യർക്ക്, പരലോകവും പടച്ചവനിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് കണ്ണു തുറക്കുന്ന ഒരു മെസ്സേജ് നോക്കുക. അള്ളാഹു നമുക്ക് നൽകുന്ന, ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 നിഅമത്തുകൾ. ഒന്ന് ബുദ്ധിയാണ്, നമ്മുടെ വിവേകമാണ്, ചിന്താശേഷിയാണ്. ഈ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം പറയുന്നത്, ഈ ബുദ്ധി നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ്. നിങ്ങൾ എന്ത് പഠിക്കാൻ ഉപയോഗിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് അള്ളാഹു നമുക്ക് ഏറ്റവും നൽകുന്ന പ്രധാനപ്പെട്ട നിഅമത്തുൽ ധനമാണ്. റബ്ബ് നമുക്ക് നൽകിയ ധനത്തെ നിങ്ങൾ എങ്ങനെയാണ് വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് ഉപയോഗിക്കുന്നത് എന്നാണ് പടച്ചു നോക്കുന്നത്. മൂന്നാമത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ നിഅമത്താണ് സന്താനങ്ങൾ. ആ സന്താനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് അവരെ വളർത്തിയെടുക്കുന്നത് എന്നതും നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്ക്, നമ്മൾ ഈ വിഷയത്തിൽ നമ്മുടെ ദുനിയാവിന്റെ ഭാവിക്ക് ആവശ്യമാകുന്ന വിധത്തിൽ നമ്മൾ ചിന്ത ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ നയം എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ നയം തൊഴിലധിഷ്ഠിതമായിരിക്കണം. എന്ത് പഠിച്ചാലും അതുകൊണ്ട് പണം ഉണ്ടാകണം എന്നതാണ് നമ്മുടെ നിലപാട്. നമ്മൾ പഠിക്കുന്ന അറിവ് കൊണ്ട് നമുക്ക് ജോലി കിട്ടാകണം, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന അറിവ് കൊണ്ട് അവർക്ക് ജോലി കിട്ടണം, അവർക്ക് വലിയ ശമ്പളം ഉണ്ടാകണം. ആ ശമ്പളത്തിന് സ്കെയിൽ വേണം അവൻ്റെ ഭാവി എല്ലാം ഭദ്രമാക്കേണ്ടത്. വീടാണെങ്കിലും കിടക്കാടമാണെങ്കിലും വാഹനമാണെങ്കിലും വിവാഹമാണെങ്കിലും എല്ലായിടത്തും
നാലുക്കൊപ്പം നല്ലതുപോലെ ജീവിക്കാൻ ആവശ്യമായ പണം ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. ഇനി പണം ഉണ്ടായാലോ ആ പണം തന്നെ നമ്മുടെ നിലനിൽപ്പിനും ആവശ്യത്തിനും ഉപകാരപ്പെടുന്ന വിധത്തിൽ അതിനെ സംരക്ഷിക്കണം, അതിനെ എന്ത് ചെയ്യണം, നമ്മൾ സേവ് ചെയ്യണം, അതിനെ നിക്ഷേപിക്കണം. ഈ വിധത്തിൽ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ഈ വിധത്തിൽ പണത്തെയും വിനിയോഗിക്കുന്നു. പിന്നെ മക്കളുടെ വിഷയത്തിലും മക്കൾ നമുക്ക് നാളിന് മുമ്പിൽ ഇതെന്റെ മകനാണെന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ അവൻ സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസ് ഉള്ളവനായിരിക്കണം. അഥവാ സാമ്പത്തികമായി വ്യക്തമായ ഒരു അടിത്തറ അവൻ രൂപപ്പെടണം. സമൂഹത്തിൽ എന്ന് പറയാത്ത വിധം അന്തസ്സുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് അവൻ വളരണം. അങ്ങനെ കുടുംബത്തോടെ അവനും ജീവിക്കണം. അതാ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇതെല്ലാം മരണത്തിനപ്പുറത്തേക്ക് നീങ്ങുന്ന സംഗതിയല്ല. ഇത് ഏറ്റവും വിലപിടിപ്പുള്ള നിഅമത്തുകൾ നിങ്ങൾക്ക് നൽകിയിട്ട് അതിൽ ചില്ലറ കാശിട്ട് വെച്ച പരിപാടി നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും വിലപിടിപ്പുള്ളതിന് ഇതാണ് ഏറ്റവും വലിയ നിക്ഷേപമാക്കേണ്ടിയിരുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ വിവേകം, വിജ്ഞാനം, ആ വിജ്ഞാനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ചെറിയ കാര്യമേ ആയിരുന്നില്ല അത്. അള്ളാഹു നമുക്ക് നൽകിയ വിവേകം, ചിന്താശേഷി, ഇതെങ്ങനെ പഠിക്കണം, നമ്മൾ പഠിക്കുന്ന അറിവുകൾ നമ്മുടെ മരണശേഷവും മണ്ണിൽ അവശേഷിക്കണം, ആ വിധത്തിൽ പഠിക്കണമായിരുന്നു നമ്മൾ. അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, വിശുദ്ധ ഖുർആന്റെ അറിവ്, അള്ളാഹു റസൂലിന്റെ അധ്യാപനങ്ങൾ, ആ ചരിത്രങ്ങൾ, അങ്ങനെയുള്ള ചിന്തകൾ, അതോടൊപ്പം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന അറിവുകൾ, നമുക്ക് ശേഷവും ജീവിക്കുന്ന ഒരു മനുഷ്യന് വെളിച്ചം കൊടുക്കുന്ന ഒരു വിളക്ക് കണ്ടുപിടിക്കാൻ, ഒരു ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭാവനയാണ്. അതൊരു മുഅ്മിനാണെങ്കിൽ അവസാനം വരെയും വെളിച്ചം അനുഭവിക്കുന്ന മനുഷ്യന്റെ കൂലി അയാൾ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, അതിനപ്പുറത്തേക്ക് നീണ്ടുകൊണ്ടേയിരിക്കും. നമ്മൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏത് അറിവും വിജ്ഞാനത്തിന്റെ ഏത് മേഖലയിലും നമ്മുടെ ചുവട് വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മരണശേഷവും ആ അറിവ് ഇവിടെ ജീവിക്കും. നമ്മൾ ഏറ്റവും വില കുറച്ച് കാണുന്ന അറിവ് നമ്മുടെ ഖുർആന്റെ അറിവാണ്. ഈ ഖുർആന്റെ അറിവ്, മദ്രസ അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ഉസ്താദ് പഠനം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏറ്റവും വില കുറച്ച് കാണുന്ന സംഗതിയാണ്. എന്തുകൊണ്ട് നമ്മൾ വില കുറച്ച് കാണുന്നത്? അത് പഠിച്ചപ്പോൾ എന്താ കിട്ടാന്ന്? അത് പഠിച്ചാൽ ഏറി വന്നാൽ അതിൽ ഏറ്റവും കഴിവുള്ളവനായാൽ ഒരു പള്ളിയിലെ ഖത്തീബാകാം, അല്ലെങ്കിൽ ഒരു അറബി കോളേജിൽ അധ്യാപകനാകാം. അതിന് മീതെ ഒന്നുമില്ല. അവരെ ശമ്പളങ്ങളോ വളരെ പരിമിതമാണ്. സമൂഹത്തിൽ വിവാഹ മാർക്കറ്റ് എടുത്താലും അവർക്ക് ഡിമാൻഡ് കുറവാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും മതപരമായ അറിവ് നമ്മൾ എത്രയൊക്കെ നേടിയാലും അതൊന്നും വലിയ വാല്യൂബിൾ അല്ല. അതിന്റെ വില എന്നുള്ള ചില്ലറ പൈസ മാത്രമാണ്. മാസത്തിൽ കിട്ടുന്ന 20,000 30,000 ഒക്കെ ഉള്ള ശമ്പളം മാത്രമേ ഉള്ളൂ. അതായിരിക്കാം ഒരു പണ്ഡിതന് കിട്ടുന്ന സാലറി. അപ്പൊ ആ മേഖലയിൽ വിടണ്ട. അതുകൊണ്ട് മദ്രസ ചെറുതാക്കുക. 10ാം ക്ലാസ്സിലെ അതുകൊണ്ട് മദ്രസയിൽ വിടുന്നില്ല. +2 പഠിക്കുക, അവന് ഇനി മദ്രസയിൽ വിട്ടിട്ട് കാര്യമില്ല. ദീൻ പഠിക്കാനുള്ള സമയമില്ലത്. അവന്റെ കരിയർ ഗ്രോത്ത് നോക്കേണ്ട സമയമാണിത്. അവന് ഭാവി നോക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് ദീനൊക്കെ മാറ്റിവെക്കാൻ, അതുകൊണ്ട് ഈ പഠനമൊക്കെ മാറ്റിവെക്കുകയാണ്. ഈ പഠനമെല്ലാം മാറ്റിവെക്കുന്നു. പക്ഷെ ആ പഠനം മാറ്റിവെച്ചതിന് നഷ്ടം എന്നറിയുമോ? നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ മാറ്റുന്ന ചില്ലറ തുട്ടുകൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ മതപരമായ വിജ്ഞാന മേഖലയിൽ പ്രവർത്തിക്കുന്നവന് കിട്ടുന്ന പുണ്യം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് പുണ്യ നബി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിച്ചിട്ട് അത് പഠിപ്പിക്കുന്നവരാണെന്ന് റസൂലുള്ളാഹി. വെറുതെ പറഞ്ഞതല്ല മനുഷ്യരെ, വെറുതെ പറഞ്ഞതല്ല. നോക്കൂ, നമ്മളെ മുമ്പിലേക്ക് ഒരു വർഷത്തിൽ ഒരു 10 കുട്ടികളെ ഒരാൾ പഠിപ്പിക്കാൻ അക്ഷരം, 10 കുഞ്ഞുങ്ങൾക്ക് അലിഫ് ബാ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അടുത്ത വർഷവും 10 കുട്ടികൾക്ക് അവൻ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷവും 10 കുട്ടികൾക്ക്. അങ്ങനെ 10 വർഷം അയാൾ ഇവിടെ സർവീസിലുണ്ടായിരുന്നു. 10 വർഷം കഴിഞ്ഞ് മരിച്ചാലും 100 കുട്ടികൾ അയാൾ അക്ഷരം പഠിപ്പിച്ചിട്ടുണ്ടാകും. ഈ 100 കുട്ടികളും ഖുർആനോതും. പിന്നെയും അയാൾ മരണശേഷവും ഈ 100 കുട്ടികളിൽ നിന്ന് ചില ആൾക്കാർ പണ്ഡിതന്മാരാകും, വലിയ പണ്ഡിതന്മാരാകും, ലോകമറിയുന്ന കേളികെട്ട പണ്ഡിതനാകും. പക്ഷെ ആദ്യം അക്ഷരം പഠിപ്പിച്ച മനുഷ്യൻ അയാൾ തന്നെയായിരിക്കും അന്നും എന്നും. അവൻ അലിഫ് എന്ന് ഉച്ചരിച്ചതും അല്ല എന്ന് ആദ്യം പറഞ്ഞതും ആ പഠിപ്പിച്ച അധ്യാപകന്റെ ആ അധ്യാപനത്തിലൂടെ ആയിരിക്കും. ആ മനുഷ്യൻ അല്ല എന്ന് പറയുന്ന കാലത്തോളം, അലിഫ് എന്ന അക്ഷരം വായിക്കുന്ന കാലത്തോളം പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അയാൾ അടുത്ത കുട്ടികളെ പഠിപ്പിക്കും. തലമുറ കൈമാറി നമ്മുടെ ഈ വിജ്ഞാനമുണ്ടല്ലോ, വൈജ്ഞാനിക മേഖലയിൽ മനുഷ്യൻ കൊടുക്കുന്ന സംഭാവനകൾ, നമ്മൾ ഖബറിൽ കിടക്കുമ്പോഴും നമ്മൾ ജീവിക്കുമ്പോൾ പഠിപ്പിച്ചു പോയ അറിവുകൾ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അക്ഷരജ്ഞാനമാകട്ടെ അല്ലെങ്കിൽ ഭൗതികമായ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളാകട്ടെ, ഏതാണെങ്കിലും അറിവിന്റെ മേഖലയിൽ നമ്മൾ കൊടുക്കുന്ന ഏത് സംഭാവനയും മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചിട്ട് നിങ്ങൾ ജീവിക്കാൻ പോകുന്നു എന്ന്. അങ്ങനെയാണ് ഓരോ മനുഷ്യരും. ഷാഫി, ഈ ബഹുമാന്യനായ പണ്ഡിതൻ ഷാഫി ഇമാം പറഞ്ഞൊരു കവിതയുണ്ട്. എത്രയോ മനുഷ്യർ അത് മാത്തത്തുമെന്ന് എത്രയോ മനുഷ്യർ മരിച്ചുപോയി, പക്ഷെ അവരുടെ സംഭാവനകൾ ഇന്നും ജീവിക്കുന്നുണ്ട്. അവരുടെ ഖ്യാതി ഇന്നും മരിച്ചിട്ടില്ല എന്ന്. അവരിന്നും ജീവിക്കുന്നവരെ പോലെ തലയെടുപ്പോടെ നിൽക്കുകയാണ്. ഈ മില്ലത്ത് ഇബ്രാഹിമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ത്യാഗോജ്ജലമായ തൗഹീദി പോരാട്ടത്തിന്റെ, അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക മേഖലയിലെ വിപ്ലവങ്ങളുടെ, അദ്ദേഹത്തിന്റെ ചിന്തകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ, ലുക്മാനുൽ ഹക്കീമിന്റെ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നില്ലേ? ആ വാപ്പയും മകനും തമ്മിലുള്ള സംഭാഷണങ്ങൾ നമുക്ക് ഗുണപാഠമാകുന്നില്ലേ? ആ മനുഷ്യന്റെ ഖബറിലേക്ക് ഒഴുകുന്ന പ്രതിഫലങ്ങൾക്ക് കണക്കുണ്ടോ? അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് കാണുന്നത്. അങ്ങനെ ഓരോ മനുഷ്യരും, നമ്മൾ ഒരു പുസ്തകം എഴുതി വെച്ച് മരണപ്പെട്ടു പോയി.
ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുസ്തകമാണ്. അത് വായിക്കപ്പെടുന്ന കാലത്തോളം നിങ്ങളുടെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും പ്രതിഫലങ്ങൾ. ചെറിയ കാര്യമല്ല. ഇന്ന് വലിയ അപ്ഡേറ്റഡ് ആയ ഒരു കാലഘട്ടമാണിത്. നമ്മളൊന്നൊരു പ്രഭാഷണം നടത്തിയാൽ യൂട്യൂബിലുണ്ടാകും, ഫേസ്ബുക്കിലുണ്ടാകും. സത്യസന്ധമായി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, കളവില്ലാതെ, വ്യാജമില്ലാതെ, വളരെ നിഷ്കളങ്കമായി ജനങ്ങൾക്ക് ഇതിന് സന്ദേശം എത്തണം, ദീനിന്റെ സന്ദേശം എത്തണമെന്ന് ശബ്ദം കൊടുത്ത് നമ്മൾ പറഞ്ഞു വെച്ചു. നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, പിന്നെയും കാലങ്ങൾ കടന്നു പോയിട്ടും ജനങ്ങൾ അത് കേൾക്കുന്നു. അതിൽ നിന്ന് അറിവ് നുകരുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കില്ലേ? ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു പോയ ഓരോ വാക്കുകൾക്കും മരണശേഷവും കൂലി കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന, അംഗീകാരം കിട്ടുന്ന മികച്ച സംഭാവനയായി, മികച്ചൊരു നിക്ഷേപമായിട്ട് അറിവിനെ അല്ലാഹു അംഗീകരിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കൂലിയ, മരിച്ചു പോയാലും നിലയ്ക്കാതെ കിട്ടിക്കൊണ്ടേയിരിക്കും. അവൻ ജീവിക്കുന്നവനെ പോലെ കർമ്മങ്ങൾ ഉണ്ടാകുമെന്ന് അതാ കവി പറഞ്ഞതും. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടി ഉണ്ട്, എന്നാൽ എന്നാൽ കുറെ മനുഷ്യരുടെ ജീവിച്ചിരിപ്പുണ്ട്. ജീവിക്കുമ്പോൾ തന്നെ മരിച്ചവരാണ് അവർ. ഒന്നും ചെയ്യാനില്ല. അവർ ആകെ ചെയ്യുന്ന തീറ്റയും കുടിയും മാത്രമാണ്. ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട് എന്ന്, പോലും മരിച്ചുപോയവർ എന്ന്. ഒന്നുമില്ല ജനങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടിയോ തന്റെ പിൻതലമുറയ്ക്ക് വേണ്ടിയോ പിൻഗാമികൾക്ക് വേണ്ടിയോ വൈജ്ഞാനിക മേഖലയിൽ ഒന്നും സംഭാവന ചെയ്യാതെ, എന്തെങ്കിലും ഒന്ന് പഠിച്ച് പകർന്നു കൊടുക്കാനുള്ള ഒരു വഴിയും കാണിക്കാതെ, ഒന്നും ചെയ്യാതെ ചില ആൾക്കാർ മരണപ്പെട്ടു, അവശേഷിക്കില്ല. ഇതൊന്ന് എല്ലാവർക്കും ഇൽമിയായ മേഖലയിൽ ഒരുപാട് ഉയരങ്ങൾ പിടിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് വലിയൊരു ഭാഗ്യം കൂടിയാണ്. അത് പടച്ചവൻ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥ കൂടിയാണത്. എന്നാൽ രണ്ടാമത് റസൂൽ സദഖത്തുൻ ജാരിയായ നിലയ്ക്കാത്ത ധർമ്മം എന്നുള്ളത്, നമ്മൾ ധർമ്മം ചെയ്യുന്ന ആൾക്കാരാ. പക്ഷെ നമ്മുടെ ധർമ്മങ്ങൾക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, ധർമ്മമാണ്. ഇതിന്റെ കൂലി നമ്മൾ കൊണ്ടുപോകും മരിക്കുമ്പോൾ തന്നെ. ഒരു നേരം ഒരു മനുഷ്യന് ദാഹിച്ചപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ വെള്ളത്തിന്റെ കൂലിയും കൊണ്ട് നമ്മൾ പോകും. ഒരാൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൂലിയും കൊണ്ട് നമ്മൾ പോകും. ഒരാളെ നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയും കൊണ്ട് നമ്മൾ പോകും. മരിക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോകും. പക്ഷെ നമ്മൾ ഒരാൾക്ക് വെള്ളം കൊടുക്കുകയല്ല ചെയ്തത്. ഒരു നാട്ടിന് കുടിക്കാവുന്ന ഒരു കിണറാണ് കുത്തിയിട്ടുള്ളതെങ്കിൽ, ഒരു കിണർ നമ്മൾ കുഴിച്ചിട്ടുണ്ട് ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ കിണറുള്ള കാലത്തോളം നിങ്ങളുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാ ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാലും. നമ്മൾ ചെയ്യുന്ന പരിപാടി ആലോചിക്കണം. ധനം ചിലവാക്കുമ്പോൾ അത് എന്റെ മരണത്തിനും അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ധർമ്മമാക്കി മാറ്റാൻ ശഹാബത്ത് ഗൗരവത്തോട് ആലോചിച്ചിട്ടുണ്ട്. ഈ മദീനയിലേക്ക് ഈ മുസ്ലിമീങ്ങൾ പറിച്ചു നട്ടപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും ജലപ്രശ്നമായിരുന്നു. വെള്ളമില്ല. ആകെയുള്ളത് ബിർറൂമ എന്നൊരു കിണറ്റിലാണ് സുലഭമായി വെള്ളമുള്ളത്. അതൊരു ജൂതന്റെ കയ്യിലാണ്. അയാളാണെങ്കിൽ ഓരോ തൊട്ടി വെള്ളത്തിനും അന്യായമായ വില ഈടാക്കിക്കൊണ്ടേയിരുന്നു. ഒന്നാമത് ദരിദ്രമായ ഒരു അന്തരീക്ഷമാണ് മുസ്ലിം വിശ്വാസികൾക്കുള്ളത്. വെള്ളം ഒഴിവാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി പറഞ്ഞു, മയശ്തരി ബിർറൂമ വയജഅൽ ദൽബഹു മാ ദുലാഇൽ മുസ്ലിമീന ബിഖൈരിൻ ലഹു മിൻഹാ ഫിൽ ജന്ന. ആരെങ്കിലും ഒരാള് ബിർറൂമ വിലയ്ക്ക് വാങ്ങിയിട്ട് എന്നിട്ട് അയാളുടെ തൊട്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു തൊട്ടിയാക്കി മാറ്റിയാൽ, അയാൾ സ്വകാര്യമായി വെക്കാതെ അതിനെ പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുകയും ആൾക്കൂട്ടത്തിൽ ഒരുവനെ പോലെ അയാളും ആ വെള്ളം ഉപയോഗിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരു മനുഷ്യൻ ബിർറൂമ വാങ്ങി സംഭാവന ചെയ്യുന്ന പക്ഷം അതിനേക്കാൾ മെച്ചപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിൽ ഞാൻ ജാമ്യം നിൽക്കാമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ട സഹാബാക്കൾക്ക് നിവൃത്തിയുണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് മദീനയിലേക്ക് കടന്നു വന്ന മനുഷ്യൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് വന്നതേ ഉള്ളൂ. ഉള്ളതെല്ലാം കെട്ടിപ്പറക്കിയെടുത്ത് മക്കയിൽ നിന്ന് ഹിജ്റ പൂർത്തീകരിച്ച് മദീനയിലെത്തുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആദ്യം കേൾക്കുന്നതിന് ഇത്തരം ഒരു പ്രഖ്യാപനമാണ്. അത് കേട്ടപാട് അദ്ദേഹം പോയി ജൂതനുമായി കരാറിൽ ഏർപ്പെട്ടു. 35,000 ദിർഹം എണ്ണിക്കൊടുത്തിട്ട് ബിർറൂമ വാങ്ങിയിട്ട് അത് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചിട്ട് അല്ലാഹു റസൂലിന് മുമ്പിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, നബിയെ, അങ്ങ് പറഞ്ഞ വാഗ്ദാനമുണ്ടല്ലോ, ബിർറൂമ വാങ്ങി സമർപ്പിക്കുന്നവൻ സ്വർഗത്തിൽ ജാമ്യം നിൽക്കുമെന്ന് പറഞ്ഞ ആ ജാമ്യം എനിക്ക് വേണ്ടി നിൽക്കണേ നബിയെ. ഞാൻ ബിർറൂമ വിലയ്ക്ക് വാങ്ങിയിട്ട് അത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മരിക്കുമ്പോൾ പോലും എത്ര ദാനം ചെയ്ത മനുഷ്യൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ കലാപകാരികൾ വീട് വളഞ്ഞ ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഖടാരയുമായി നിൽക്കുമ്പോഴും ആ മനുഷ്യൻ ഉറക്കെ പറഞ്ഞ 2 കാര്യങ്ങളേ ഉള്ളൂ: ബിർറൂമ വിലയ്ക്ക് വാങ്ങി നൽകിയവനാണ് ഞാൻ, ജയ്ഷുൽ ഉസ്രത്തിന് സംവിധാനിച്ചവനാണ് ഞാൻ, എന്നെ നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഇത് രണ്ടുമെന്നുള്ളത് ഈ പറഞ്ഞ ഈ 2 ഘട്ടങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ സജ്ജീകരിച്ച സന്ദർഭത്തിലാണെങ്കിലും മുസ്ലിം പൊതുസമൂഹം വെള്ളം കിട്ടാതെ പറഞ്ഞ സന്ദർഭത്തിലും അദ്ദേഹം ചെയ്ത സംഭാവന ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ മനുഷ്യന്റെ ഖബറിലേക്ക് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൂലിയുണ്ടല്ലോ,
റൂമ എന്ന കിണറിന്റെ പേരിൽ അങ്ങനെ ഒരു ജലാശയം നമ്മൾ ഉണ്ടാക്കിയാൽ, ഒരു വഴി. നമുക്ക് നമ്മുടെ നാട്ടിൽ മനുഷ്യന് വിട്ടുവീഴ്ചയില്ലാത്ത കുടിസ് ചിന്താഗതികളായി ജീവിക്കുകയാണ്. വിശ്വാസികളെന്ന് പറയും. എന്ത് വിശ്വാസമാണ്? ഹജ്ജൊക്കെ ഒരുപാട് ഹജ്ജ് ചെയ്യും, ഭയങ്കരമായ ദാനം ചെയ്യുന്ന ആൾക്കാർ, എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്ന പല ആൾക്കാരുടെയും ഒരു ചാൻ ഭൂമിക്ക് വേണ്ടി കാണിക്കുന്ന കിടമത്സരങ്ങൾ കാണുമ്പോൾ ഇവ മുഅ്മിനാണോ എന്ന് ആലോചിച്ചു പോകും. നമ്മുടെ വസ്തുവിന് പുറകിൽ താമസിക്കുന്ന ഒരാൾക്ക് നടവഴി നമ്മുടെ വസ്തു വിട്ടുകൊടുത്താലല്ലാതെ, ന്യായമായ വില തന്നാൽ പോലും കൊടുക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ പോലും പുറകിൽ താമസിക്കുന്ന കുറേ വീട്ടുകാർക്ക് നടന്നു പോകാൻ എൻ്റെ മതിലൊന്നിടിച്ചിട്ട് ഒരു ചാൻ ഭൂമി എല്ലാം കൂടി പോയാൽ 1/2 സെന്റ് വിട്ടുകൊടുത്താൽ അവർക്ക് നല്ല വണ്ടി കൊണ്ടുപോകാൻ കഴിയുന്നൊരു വഴി കിട്ടും, അവർക്ക് നടന്നെത്താൻ കഴിയുന്നൊരു വഴി കിട്ടും. അതുകൊണ്ട് എൻ്റെ 1/2 സെന്റ് ഭൂമി ഞാൻ ഇതിന് ദാനം ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തവൻ എന്ത് വിശ്വാസിയാണ് മനുഷ്യരെ? മണ്ണിന് വേണ്ടി കിടമത്സരങ്ങൾ, അങ്ങനെ നിങ്ങൾ വഴിക്ക് വേണ്ടി ഒരു 1/2 സെന്റ് വിട്ടുകൊടുത്താൽ അത് ജാരിയത്തായ സ്വതക്കയിലെ ലോകത്ത് അവസാനം വരെയും ഈ ഭൂമി പിളർന്നെല്ലാം പുറന്തള്ളിയിട്ട് ഇതാ എന്ന് അന്ന് കർമ്മങ്ങൾ തേടിയ ഈ ഭൂമിയിലൂടെ പരക്കെ മനുഷ്യനോടുകൂടി മഹ്ശറയിൽ എവിടെ അമലെന്നറിയാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പരതുമ്പോൾ ഈ ഭൂമി പിളർന്നു നിൽക്കുന്ന അവസ്ഥയിൽ പോലും നിങ്ങൾ കൊടുത്ത ദാനമുണ്ടല്ലോ, ജാരിയത്തായ സ്വതക്ക, ആ ഭൂമി സാക്ഷി പറയില്ലേ? നിങ്ങളുടെ ഉമ്മയല്ലേ അത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്ക്, നമ്മൾ വിട്ടുകൊടുക്കുന്ന ഒരു ചാൻ ഭൂമി ജാരിയത്തായ സ്വതക്കാണ്. ഖിയാമത്ത് നാൾ വരെ ഈ മനുഷ്യർ നടന്നിട്ടുണ്ടെങ്കിൽ ഓരോ കാൽപരിമാറ്റത്തിന് നിന്റെ ഖബറിലേക്ക് ഒഴുകില്ലേ പ്രതിഫലം? അത് ആലോചിച്ചിട്ടുണ്ടോ വിശ്വാസികൾ? ഏറ്റവും വലിയ നിക്ഷേപം എൻ്റെ 1/2 സെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന്, എൻ്റെ പരലോകത്തിന് വേണ്ടി. ഞാൻ മരണശേഷവും ഈ വഴിയിൽ ജീവിക്കുമെന്ന്, ഞാൻ മരിച്ചാലും ഇവിടെ ജീവിക്കും ഈ 1/2 സെന്റ് ഭൂമിയിൽ. എൻ്റെ ഏക്കറുകൾ എൻ്റെ മക്കൾ പങ്കിട്ടെടുക്കും, എൻ്റെ ഏക്കറുകൾ മക്കൾ പങ്കിട്ടെടുക്കും. തലമുറ കൈമാറി കടന്നു പോകും. അവർ വിട്ടടിച്ച് അവർ ആഘോഷ ജീവിതം നയിക്കും. പക്ഷെ ഞാൻ കൊടുത്ത 1/2 സെന്റ് ഭൂമി ഉണ്ടല്ലോ, അതെനിക്ക് വേണ്ടി ജീവിക്കും. അതാ ജീവിതം. കൊടുത്തതെല്ലാം ബാക്കിയാണ് എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതല്ല ബാക്കി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതെല്ലാം ബാക്കിയാണ് എന്ന് പറഞ്ഞതിന്റെ കാര്യം, കൊടുത്തതെല്ലാം ബാക്കി എന്ന് ആയിഷയെ തിരുത്തി പറയാണ്. കൊടുത്തത് ബാക്കി ആയിഷ, വെച്ചതാണ് നമുക്കുള്ളത്, നമ്മൾ കഴിച്ചു പോകുമത്. പക്ഷെ കൊടുത്തതെല്ലാം ബാക്കി നിൽക്കുമെന്ന്, ഈ കൊടുത്ത 1/2 സെന്റ് ഇവിടെ കിടക്കും അവസാനം വരെയും. അതാണ് ഈ വിട്ടുവീഴ്ച. എത്രയോ മനുഷ്യന്മാരാണ്, എത്ര വീടുകളാണ് ആൾക്കാർ ഇടങ്ങേറാക്കിയിട്ട്. എന്നാൽ പൊതുവഴിയോട് ചേർന്ന് വസ്തു ഉള്ളവൻ അവിടെ നിന്ന് അരച്ചാണ് ഇങ്ങോട്ട് പിടിക്കുകയാണ്. അതിരുകല്ല് രാക്കിരാമാനം മാറ്റിയിട്ടിട്ട് എവിടെ കൊണ്ട് വെക്കും ഇത്? പൊതുവായി വഴിയോട് ചേർന്നിരിക്കുന്ന പലയിടങ്ങളിലും ഈ മതിൽ കെട്ടി വെച്ചിരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം അത് പുറമ്പോക്കൂടെ കയ്യേറിയിട്ടുണ്ടെന്ന്. എവിടെ കൊണ്ട് വെക്കും മനുഷ്യരെ ഇത്? എവിടെ കൊണ്ടുപോകാനാണ്? 6 അടി മണ്ണിന് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ ഈ മത്സരം കാണിക്കുന്നത്? അതുകൊണ്ട് ചെയ്യുന്ന ദാനങ്ങൾ ഇത് മാത്രമല്ല, വഖഫിന്റെ എല്ലാ സംവിധാനങ്ങൾ, പള്ളിക്ക് വേണ്ടിയാകട്ടെ, ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കുക, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുക, ഒരു ഖുതുബഖാന, ഒരു ലൈബ്രറി നിങ്ങൾ സ്ഥാപിക്കുക. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ നിങ്ങൾ നാട്ടുന്ന ഓരോ സ്ഥാപനങ്ങളും ഓരോ സംവിധാനങ്ങളും അത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി മരണശേഷവും ജീവിക്കുന്ന നിങ്ങളുടെ ഒരു പ്രതീകമാണ്. അതിവിടെ ജീവിക്കും, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. നിങ്ങൾ കൊടുക്കുന്ന ഓരോ സംഭവം, നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾ എപ്പോഴും ആലോചിക്കുന്നതാണ്, ഇത് ജാരിയത്താകുമോ എന്ന്. ഒരു പള്ളി നിർമ്മാണം നടക്കുകയാണ്, ആ പള്ളിക്ക് വേണ്ടി കൊടുക്കാനെങ്കിലും പള്ളി ഒറ്റയ്ക്ക് വെക്കാൻ കപ്പാസിറ്റി ഇല്ല. എന്നാൽ ഒരു ചാക്ക് സിമന്റ് കൊടുക്കാമെന്ന് നമ്മൾ നിയത്താക്കി, അത് കൊടുത്താനുള്ള കൂലിയോ ഈ പള്ളി നിൽക്കുന്ന കാലത്തോളം. നിങ്ങളുടെ ഒരു ചാക്ക് സിമന്റിന്റെ മേൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കില്ലേ? നമ്മൾ ഈ പള്ളിയിൽ ഇങ്ങനെ ജുമാക്ക് വേണ്ടി സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണക്കിൽ ഇത് വെച്ചവരെ സംഭാവനകളും കാണില്ല. മരിച്ചുപോയി എത്രയോ മനുഷ്യർക്ക് ഇതിൽ ഇഷ്ടിക മാറ്റി കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ നമ്മുടെ കണക്കിൽ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ജുമാക്ക് വേണ്ടി ഇവിടെ സമ്മേളിച്ച് ഇവിടെ നിന്ന് ജുമാ എന്ന മഹത്തായ നമസ്കാരം പൂർത്തിയാക്കി ഇറങ്ങിപ്പോകുമ്പോൾ ആ ഇഷ്ടികയുടെ കണക്ക് നോക്കിയിട്ട് പ്രതിഫലം പടച്ചവും കൊടുക്കും. അതാ റബ്ബിന്റെ കണക്ക്, അതാ റബ്ബിന്റെ കണക്ക്. ഇന്നല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അത് സൂക്ഷ്മം നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവൻ, കണക്ക് വെക്കുന്നവനാണ് റബ്ബ് എന്ന് കൃത്യമായിട്ട് കണക്കുണ്ടാവും മനുഷ്യരെ. അതെല്ലാം നമുക്ക് കിട്ടും. അത് ആലോചിക്കാനുള്ളത്. നമ്മൾ വളരെ എല്ലാത്തിലും ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. നഷ്ടം ഉണ്ടാകാൻ പാടില്ല എന്ന്. നമ്മുടെ നിക്ഷേപങ്ങൾ ലാഭകരമാകണം. ഏറ്റവും വലിയ പ്രോഫിറ്റ് എവിടെയാണ് കിട്ടുന്നതെന്ന്? ഏറ്റവും വലിയ പ്രോഫിറ്റ്, ഒരു അറബിയിൽ ഒരു വാചകമുണ്ട്, ഒരു മനുഷ്യൻ എനിക്കൊരു നേരം കഴിക്കാൻ ഒരു മത്സ്യം തന്നാൽ അവൻ ഒരു നേരത്തെ വിശപ്പടക്കിയിട്ടുള്ളൂ, എന്നാൽ ഒരു ജീവിതകാലം മുഴുവൻ എൻ്റെ വിശപ്പടക്കിയത് മത്സ്യം പിടിക്കാൻ എന്നെ പഠിപ്പിച്ചവനാണ് എന്ന്. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല, നിനക്ക് ഞാൻ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് പറഞ്ഞു തരാം എന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു തീരത്തിരുത്തി എന്നെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചു. അന്ന് മുതൽ മരണം വരെയും ഞാൻ മത്സ്യബന്ധനം തൊഴിലാക്കി. അങ്ങനെ ഞാൻ എന്നെ ഉണ്ട് ആഹാരം കണ്ട് ജീവിച്ചു. എന്നാൽ ഒരാൾ എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മത്സ്യം തന്നു. സത്യത്തിൽ അയാൾ എനിക്കൊന്നും തന്നിട്ടില്ല, ഒരു വിശപ്പടക്കി എന്ന് മാത്രം. ഒരാൾക്ക് ആയുഷ്കാലം മുഴുവനും വിശപ്പടക്കാനുള്ള വഴി കാണിച്ചു കൊടുത്താൽ തൊഴിൽ സംരംഭങ്ങളോട് സ്ഥാപിക്കുക, നിഷ്കളങ്കമായി നിസ്സീമമായി ആത്മാർത്ഥമായിട്ടും നമുക്ക് ലാഭം വേണം.
നമുക്ക് നേട്ടമാണ്, പണം വേണം, ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഒരാൾക്കെങ്കിലും തൊഴിൽ കൊടുക്കണം, ആ തൊഴിൽ കൊണ്ടൊരു കുടുംബം പോകണം, അത് നമ്മുടെ ലാഭമാണ് മനുഷ്യരെ, അത് നമ്മുടെ ലാഭം. നമ്മൾ തൊഴിൽ കൊടുത്തിട്ട് ഒരു കുടുംബം നമ്മൾ കൊടുക്കുന്ന ഉപജീവനം കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അത് നമ്മുടെ ലാഭമാണ്. നമുക്ക് ശേഷവും ആ സ്ഥാപനം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ, അവിടെ കുറേ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് എങ്കിൽ, അതിലൂടെ അവർ ജീവിക്കുന്നുണ്ട് എങ്കിൽ, അത് നമ്മുടെ ജാരിയത്തായ സ്വതക്കയാണ്. അങ്ങനെ ജാരിയായ സ്വതക്കകൾ നിലയ്ക്കാതെ എന്തെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഭാവനകൾ ചെയ്യാൻ കഴിയണം. അതിലൊരുപാട് വൈഡായിട്ട് പറയുന്നുണ്ട്, പുഴകളും അരുവികളും വഴികളും പള്ളികളും, അങ്ങനെ ഹോസ്പിറ്റലുകൾ, അങ്ങനെ ഒരുപാട് ആലോചിച്ചാൽ ഒരുപാട് കിട്ടും. അല്ലാതെ മരിച്ചതിന് ശേഷം നമ്മുടെ ഒരു സ്തൂപം ഇവിടെ പണിതുകൊണ്ട്, ഒരു ശില്പം നമ്മളിവിടെ പണിത് വെച്ചതുകൊണ്ട് കാക്കത്തൂരി പോകുന്നതല്ലാതെ ഒന്നും ഉണ്ടാവില്ല. സ്മാരകങ്ങൾ കെട്ടിയത് കൊണ്ടല്ല, ശില്പങ്ങൾ പണിതത് കൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല. ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രവർത്തിച്ചു വെക്കുക, അടയാളപ്പെടുത്തി വെക്കുക, അത് രണ്ടാമത്തത്. മൂന്നാമത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വലദുൻ സ്വാലിഹുൻ യദ്ഉ എന്ന്. ഇത് ഈ മൂന്ന് കാര്യങ്ങളും ഒരു മനുഷ്യന്റെ കർമ്മം തന്നെയാണ്. വലതുൻ സ്വാലിഹുൻ യദ്ഉ എന്ന്, സ്വാലിഹായിട്ട് സൽസ്വഭാവിയായിട്ട് സച്ചരിതനായിട്ടൊരു സന്താനത്തെ വളർത്തിയെടുക്കാൻ ഒരു പിതാവിന് കഴിഞ്ഞാൽ, ഒരു മാതാവിന് കഴിഞ്ഞാൽ, അത് അവൻ്റെ അച്ചീവ്മെൻ്റ് ആണ്. അവർ സക്സസ് ആണ് ആ മേഖലയിൽ, അവർ വിജയമാണത്. ആ വിജയത്തിൻ്റെ പേരിൽ ഈ മകൻ ജീവിക്കുന്ന കാലത്തോളം ഒരു സൽസ്വഭാവിയായിട്ട് ആ മനുഷ്യ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ കഴിയുക. ഇത് അമനുൻ ഒരു സ്വാലിഹ് എന്ന നൂഹ് നബിയുടെ പറഞ്ഞത്, ഇത് നിന്റെ പരാജയപ്പെട്ടു പോയ ഒരു മേഖലയാണ്, നിന്റെ തോറ്റുപോയൊരു പ്രവൃത്തി, ഇത് സ്വാലിഹ് അല്ലാത്തൊരു പ്രവൃത്തി എന്ന നൂഹ് നബിയുടെ മോൻ്റെ വിഷയം കാണിച്ചിട്ട് പറഞ്ഞത്. അല്ലാഹ് ഇതെൻ്റെ മോനാണ്, ഇവനെ മുക്കിക്കൊല്ലൽ കുടുംബക്കാരെയൊക്കെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് തുഫാന്റെ ജലപ്രളയത്തിൽ അടിച്ചു വീശുന്ന ചുഴിയിലേക്ക് മകൻ താണു പോകുമ്പോൾ സങ്കടത്തോടെ നൂഹ് നബി അലൈഹി ഇസ്ലാം ഒരു പിതാവിന്റെ നിഷ്കളങ്കതയോടെ, അല്ലാഹുവേ എൻ്റെ മകനെന്ന്, നിന്റെ മകനല്ല അവൻ ഗൈറു സ്വാലിഹ് എന്ന്, അത് നിനക്ക് പറ്റിപ്പോയൊരു പിഴവാണെന്ന്, നീ തോറ്റുപോയൊരു മേഖലയാണെന്ന്, ഒരു സ്വാലിഹെന്ന്, അത് നല്ല അമലല്ലാന്ന്, അത് നല്ല അമലല്ല, നല്ല അമലെന്ന് ഞാൻ എങ്ങനെ ഇരിക്കുമെന്ന് പറയുമോ, സ്വാലിഹായിരിക്കും മകൻ, അവൻ ഈ കപ്പലിലുണ്ടാവും. നിന്നോട് നീ പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിൽ വിശ്വസിച്ച്, ഈ ജീവിതത്തിലും സിദ്ധാന്തത്തിലും വിശ്വസിച്ച് ഈ കപ്പലിനകത്ത് അവൻ ഉണ്ടാകണ്ടേ. അപ്പം നീ തോറ്റുപോയൊരു മേഖലയാണ് നൂഹേ അത് എന്ന് അല്ലാഹുവിൻ്റെ മറുപടി. അതൊരു പിതാവിൻ്റെ സക്സസ് ആണ്, ഒരു മകനെ നല്ലവനായി വളർത്തിയെടുക്കുക. നമ്മളൊക്കെ നോക്കുന്നത് മകനെ സ്വാലിഹാക്കുക, ദീനി ചിട്ടയിൽ കൊണ്ടുവരിക, അള്ളാഹുവിനെയും റസൂലിനെയും ഭയപ്പെട്ട് മാതാപിതാക്കൾക്കും മക്കൾക്കും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഷർറുകൾ ചെയ്യാത്തൊരു മകനായി വളർത്തണമെന്ന് ഏതെങ്കിലും രക്ഷകർത്താവ് നിഷ്കളങ്കമായി ആഗ്രഹിച്ച് പ്രവർത്തിച്ച് അതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മരിച്ച ശേഷവും നിങ്ങളുടെ മക്കൾ ഇവിടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ, അവൻ്റെ സുഹൃതങ്ങൾക്ക്, അവൻ്റെ നന്മകൾക്ക്, അവൻ്റെ പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ കബറിലേക്ക് എത്തി നോക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണശേഷം ഒപ്പം നിൽക്കുമെന്ന് ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ 3 നിഅമത്തുകളെ വളരെ ചിന്തയോടുകൂടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മരണശേഷവും നമുക്ക് മണ്ണിൽ ജീവിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ച് ഗൗരവത്തോടെ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.